ഹലോ ഫ്രണ്ട്സ്, അമൃതയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നമ്മളെ സെബീൻ ഹോസ്പിറ്റലാണ് വന്നിട്ടുള്ളത്. സെബീൻ ഹോസ്പിറ്റലിൽ നമ്മളെ മൂന്നാമത്തെ സെക്ഷൻ Q&A ആണ് ഇപ്പൊ ഇന്ന് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ സാറിന്റെ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. അപ്പോൾ നമുക്ക് ആക്ച്വലി കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ട് കുറച്ച് ദിവസങ്ങളായെന്ന് അറിയാം. കുറച്ച് സാറിന് തിരക്കിലായിരുന്നു, അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയി പോയി. എങ്കിലും നമുക്കിപ്പോ എന്തായാലും ക്വസ്റ്റ്യൻസിന് ആൻസർ കിട്ടും. അപ്പൊ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം അല്ലേ സാർ? ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ബീഗം ഫ്രം കോഴിക്കോടാണ്. ആക്റ്റീവ് മൊട്ടൈൽ സ്പെർം 0% ആണ്. 1 month വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ആൻഡ്രോക്കേർ പൗഡർ യൂസ് ചെയ്തു. ബട്ട് പ്രഗ്നന്റ് ആയില്ല. മുൻപ് 2 times പ്രഗ്നന്റ് ആയി. അത് ഫസ്റ്റ് ടൈം ബ്ലൈറ്റഡ് ഓവുമായി, പിന്നെ സെക്കൻഡ് മിസ്ഡ് എബോർഷൻ ആയി പോയി. ഈ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യാനിൽ മോട്ടിലിറ്റി ചേഞ്ചസ് ഉണ്ടാവാൻ ഏകദേശം എത്ര ടൈം എടുക്കും? IUI ചെയ്തിട്ട് കാര്യമുണ്ടോ? സ്ലഗിഷ് മൊട്ടൈൽ 25% ഉണ്ട്. ടോട്ടൽ സ്പെർം ക്വാണ്ടിറ്റി 65 million ഉണ്ട്. ഇത് ആദ്യം നമ്മൾ വെരിക്കോസിൽ ഉണ്ടോ എന്ന് നോക്കാം. കാര്യം കൗണ്ട് ഉണ്ട്, പക്ഷെ മോട്ടിലിറ്റി ഇല്ല. വെരിക്കോസിൽ ഉണ്ടോ എന്ന് നോക്കാം. വെരിക്കോസിൽ ഉണ്ടെങ്കിൽ വെരിക്കോസിൽ ലെക്ടമി അതിൻ്റെ സർജറി ചെയ്താൽ ഏറെക്കുറെ കുറേ ആൾക്കാർക്ക് അത് ഒരു ഉപകാരപ്രദമായി ചികിത്സയായിരിക്കും. അത് കഴിഞ്ഞിട്ടും ശരിയായില്ലെങ്കിൽ ഈ മെഡിസിൻസ് എല്ലാം കണ്ടിന്യൂ ചെയ്യാം. ആൻഡ്രോക്കെയറും വിറ്റമിനും കാർണിറ്റിനും ലോ കാർണിറ്റിനും കോയിൻസെൻറ്റും ഇതൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ കുറേ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ IUI തീർച്ചയായിട്ടും ട്രൈ ചെയ്യാവുന്നതാണ്. അതിലും ശരിയായില്ലെങ്കിൽ IVF നല്ല ഓപ്ഷനാണ്. IVFന് ആക്ച്വലി മോട്ടൈൽ സ്പേംസ് വേണമെന്ന് നിർബന്ധമില്ല, ലൈവ് സ്പേംസ് ആയിരുന്നാൽ മതി. അതുകൊണ്ട് IVFന് മോട്ടിലിറ്റി ഒരു അത്ര ഒരു മേജർ ഇഷ്യൂ അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അത് പേരില്ല. ഹായ് സർ, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായി. എനിക്ക് പീരിയഡ് തുടക്കം മുതലേ റെഗുലർ അല്ല. PCOD ഉണ്ട് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. മുൻപ് 2 IVF ചെയ്തിരുന്നു. ഒന്ന് ഫെയിൽ ആവുകയും അടുത്തത് 1.5 മാസത്തിൽ ഹാർട്ട് ബീറ്റ് ഇല്ലാത്തത് കാരണം അബോർഷൻ ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ എനിക്ക് പൾമണറി ടെൻഷൻ ഉണ്ട്. നടക്കുമ്പോഴൊക്കെ കിതപ്പ് കൂടുതലാണ്. ഇതിന് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞു. എനിക്ക് IVF ചെയ്യാൻ സാധിക്കുമോ? പ്രഗ്നൻസിയെ അത് എങ്ങനെ ബാധിക്കും? IVF ചെയ്യാൻ തീർച്ചയായിട്ടും സാധിക്കും. അത് മാത്രമല്ല, നമുക്ക് ആദ്യമേ ഈ പോളിസിസ്റ്റിക് ഓവറിക്ക് സാധാരണ നമ്മൾ ലാപ്രോസ്കോപ്പിയാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. ചെയ്തില്ലെങ്കിൽ അത് ആയിരുന്നു എൻ്റെ ഐഡിയൽ ട്രീറ്റ്മെൻറ്റ്. അത് കഴിഞ്ഞ് വേണം ശരിയായെങ്കിൽ IVFിലോട്ട് പോകാൻ. ഇപ്പോൾ പൾമണറി ഹൈപ്പർടെൻഷൻ ആയി ഉദ്ദേശിച്ചത് അല്ലേ? ഹൈപ്പർടെൻഷൻ അത് കറക്റ്റായെങ്കിൽ നമുക്ക് ഇനിയും IVFിലോട്ട് പോകാൻ സാധിക്കും. അതൊരു കാർഡിയോളജിസ്റ്റിൻ്റെ ഒപ്പീനിയൻ കിട്ടി അവർ കൺസെൻറ്റ് തരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷീബ മനു ഫ്രം ഇടുക്കി. സർ, എൻ്റെ ഏജ് 33 ആണ്. ഞങ്ങൾ സെബാൻ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് എടുത്തിരുന്നു. ഒരു തവണ പ്രഗ്നന്റ് ആയി. അത് 5 മാസം ആയപ്പോൾ അബോർഷനായി. സെബാൻ ഹോസ്പിറ്റലിൽ 2 തവണ IUI ചെയ്തു, ഫെയിലായി. IVF ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ കോസ്റ്റ് എത്രയാണ്? ഫസ്റ്റ് തന്നെ പോസിറ്റീവ് ആകുമോ? കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുക്കണോ? ഇനി ആദ്യം IVFിന്റെ കോസ്റ്റ് നമ്മൾ പലതവണ പറഞ്ഞതാണ്. ടോട്ടൽ 85,000 ആണ് ആവുന്നത്, ഇൻക്ലൂഡിങ് മെഡിസിൻസും IVFിന്റെ ട്രീറ്റ്മെന്റ് എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്നത് വരെയുള്ള. രണ്ടാമത് പോസിറ്റീവ് ആവും. പ്രഗ്നൻസി ആയിക്കഴിഞ്ഞാലും IVF ചെയ്യുന്നതിന് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് അല്ല, ഒരു റെസ്റ്റും വേണ്ട. സാധാരണ യൂഷ്വൽ ആയിട്ടുള്ള റുട്ടീൻ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാം. അത് എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ അന്ന് തൊട്ട് എല്ലാ പഴയ പോലെ തന്നെ എല്ലാ ജോലികളും ചെയ്യാം. പഴയ റുട്ടീൻ ലൈഫ് നമുക്ക് കണ്ടുകഴിഞ്ഞാൽ പിന്നെ 100% അങ്ങനെ 100% ശരിയാവുന്ന ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരു കാര്യത്തിനും പറ്റില്ല. IVFിന് മാത്രമല്ല, ഒരു കാര്യത്തിനും നമുക്ക് 100% പറയാൻ പറ്റില്ല. പക്ഷെ നല്ലൊരു റീസണബിളി നല്ലൊരു സക്സസ് റേറ്റ് ഉണ്ടാവണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം മെറീന. സർ, എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് 7 years ആയി. ഹസ്ബൻഡ് കുവൈറ്റിലാണ്. 2015 ഒരു വട്ടം പ്രഗ്നന്റ് ആയി. പക്ഷേ എക്ടോപിക് പ്രഗ്നൻസി ആയിരുന്നു. ഇഞ്ചക്ഷൻ മെത്തോട്രെക്സേറ്റ് എടുത്തു. പിന്നീട് ഹസ്ബൻഡ് തിരിച്ചു കുവൈറ്റിൽ പോയി. 2018 ഞാൻ കുവൈറ്റിൽ പോയി. അവിടെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ പ്രഗ്നന്റ് ആയില്ല. അവിടെ വെച്ച് HSG ചെയ്തിരുന്നു. കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, ഡോക്ടർ പറഞ്ഞു. ഇപ്പോൾ ഞാൻ നാട്ടിൽ വന്നു സെബാൻ ഹോസ്പിറ്റലിൽ വരാൻ വേണ്ടി വന്നതാണ്. ഡോക്ടർ അവിടെ വന്ന് ട്രീറ്റ്മെന്റ് ചെയ്താൽ എനിക്ക് പ്രഗ്നൻസിക്ക് ചാൻസ് ഉണ്ടോ? ഇനിയും എക്ടോപിക് പ്രഗ്നൻസി ആകുമോ? തീർച്ചയായിട്ടും നല്ല ചാൻസ് ഉണ്ട്. ഇതിന്റെ വലിയൊരു ഇഷ്യൂ ആയിട്ട് തോന്നുന്നില്ല. ഹസ്ബൻഡ് സെവൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ല. ഹസ്ബൻഡ് സെവൻ അനാലിസിസ് നോർമൽ ആണെങ്കിൽ നമുക്ക്
ലാപ്രോസ്കോപ്പിയാണ് ഇതിന് ഐഡിയൽ ട്രീറ്റ്മെൻറ്റ്. ലാപ്രോസ്കോപ്പി നമ്മൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ചാൻസ് ഉണ്ട് പ്രഗ്നൻസി ആവാനായിട്ട്. ഇതുവരെ IVF ഒന്നും ചെയ്തിട്ടില്ല. IVF ലാപ്രോസ്കോപ്പി ആദ്യം ചെയ്യുക, അതിനുശേഷം മതി IVF. ലാപ്രോസ്കോപ്പി തന്നെ മിക്കവാറും ശരിയാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫാത്തി. സർ, ഞങ്ങൾ കോഴിക്കോടാണ്. സാറിന്റെ ട്രീറ്റ്മെന്റ് ആണ്. 1 മാസത്തെ മെഡിസിൻ മേടിച്ചു. സെയിം മെഡിസിൻ കോഴിക്കോട് ടൗണിൽ കിട്ടുമെന്ന് അറിഞ്ഞു. സെബൈൻ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ മെഡിസിൻ വാങ്ങേണ്ടതുണ്ടോ? സെയിം മെഡിസിൻ കോഴിക്കോട് കിട്ടുന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കുന്നത് അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചോളൂ. ഇവിടെ തന്നെ വാങ്ങിക്കണമെന്നില്ല. കാര്യം നല്ലൊരു കാര്യമില്ലല്ലോ, അതൊക്കെ അതിൽ ഈസി. കുഴപ്പമില്ല. പിന്നെ ചിലപ്പോൾ കോസ്റ്റിൽ ഇവിടെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് മിക്ക ആൾക്കാരും ഇവിടെ തന്നെ ഒന്ന് മേടിക്കുന്നത്. പിന്നെ അവിടെ നിന്നൊരു ഫോൺ നമ്പർ ഉണ്ട്, അതിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവിടെ വീട്ടിലെ കൊറിയർ ചെയ്തു തരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സർ, എൻ്റെ പേര് നീതു, കോഴിക്കോടാണ് സ്ഥലം. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായി. പീരീഡ് കറക്റ്റ് അല്ല. 2 തവണ IVF ചെയ്തു. ആദ്യത്തെ ഫെയിലായി. രണ്ടാമത്തെ ഹാർട്ട് ബീറ്റ് ഇല്ലാത്തത് കാരണം അബോർഷൻ ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ചുനാൾ ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ലായിരുന്നു. പിന്നീട് വീണ്ടും തുടങ്ങിയപ്പോൾ എനിക്ക് കിതപ്പ് കൂടുതലായി കണ്ടതുകൊണ്ട് കാർഡിയോളജി ഡോക്ടറെ കാണാനായി പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു പൾമണറി ഹൈപ്പർ ടെൻഷൻ ആണെന്ന്. ഇതിന് ട്രീറ്റ്മെന്റ് എടുത്താൽ എനിക്ക് വീണ്ടും IVF ചെയ്യാനാവുമോ? പ്രഗ്നന്റ് ആയാൽ അത് പ്രശ്നമായിരിക്കുമോ? അത് നമ്മൾ പൾമണറി ഹൈപ്പർ ടെൻഷൻ ഉള്ളതുകൊണ്ട് കാർഡിയോളജി ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം വേണം ബാക്കി ട്രീറ്റ്മെന്റ് എടുക്കാൻ. ഒരു നല്ല കൺസെന്റ് തന്നാലേ നമുക്ക് അടുത്ത ട്രീറ്റ്മെന്റിലേക്ക് പോകും. ഇനി ട്രീറ്റ്മെന്റ് സക്സസ് ആയാൽ പോലും ഒരു പ്രഗ്നൻസി സ്ട്രെസ്സാണ്, അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവ് നമുക്ക് കൊണ്ടുവന്നിട്ട് ഡോക്ടറെ അസസ് ചെയ്ത് പറയും. അതിനുശേഷം മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാം. ഏതായാലും ഇതിലൊരു ഡിസിഷൻ മേക്കിംഗ് ഫാക്ടർ കാർഡിയോളജിസ്റ്റാണ്. കാർഡിയോളജിസ്റ്റ് ഡിസൈഡ് ചെയ്ത് ഓക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. സർ, ഞങ്ങൾ അവിടുത്തെ ട്രീറ്റ്മെന്റ് ആയിരുന്നു. PCOD ആയിരുന്നു പ്രശ്നം. കഴിഞ്ഞ മാർച്ചിൽ IVF ചെയ്തു, സക്സസ് ആയി. പക്ഷെ 21 ആഴ്ച ആയപ്പോൾ ഡെലിവറി നടന്നു. കുഞ്ഞിനെ കിട്ടിയില്ല. യൂട്രസിന് കട്ടി കുറവായതുകൊണ്ട് ഡെലിവറി നടന്നതെന്ന് പറഞ്ഞു. സെർവിക്കൽ ലെങ്ത് 3.2 ആയിരുന്നു. ഇനി യൂട്രസ് സ്റ്റിച്ച് ഇട്ടിട്ടു IVF ചെയ്യാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. 6 എംബ്രിയോസ് ഇരിപ്പുണ്ട്. 3 ദിവസമായത്. ഇനി ഞങ്ങൾക്ക് കുഞ്ഞിനെ കിട്ടുമോ ഡോക്ടർ യൂട്രസിന് സ്റ്റിച്ച് ഇട്ടാൽ? ഇപ്പോ എൻഡോമെട്രിയൽ തിക്നെസ് 15 ആണ്. പീരീഡ് ആയിട്ട് 15 ഡേയ്സ് ആയിട്ടും ബ്ലീഡിംഗ് നിൽക്കാതെ വന്നപ്പോൾ സ്കാൻ ചെയ്തിരുന്നു. തിക്നെസ് കുറയാനുള്ള ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്. ഇത് IVF-നെ ബാധിക്കുമോ? തിക്നെസ് കൂടിയാൽ കുഴപ്പമാണോ? ഓക്കെ, ഇതിൽ ആദ്യത്തെ ഭാഗം ഇനി 6 എംബ്രിയോസ് ഇരിപ്പുണ്ട്. സ്റ്റിച്ച് ഇട്ടതിന് ശേഷം എംബ്രിയോസ് മാറ്റുന്നത് ഒരു നല്ല ഐഡിയ ആണ്. സ്റ്റിച്ച് ഇടുന്നത് തന്നെ നമുക്ക് ലാപ്രോസ്കോപ്പ് വഴി നമ്മുടെ അബ്ഡോമിനൽ എൻസെഫലൈ എന്ന് പറയും, അതിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ചാൻസ് ഉണ്ട് നമുക്ക് കുഞ്ഞിനെ കിട്ടാനായിട്ട്. പിന്നെ ഇതുപോലെ എംബ്രിയോ തിക്നെസ് വന്നിരിക്കുന്ന അബ്ഡോമിനാണ്. അത് മെഡിസിൻ എന്ത് മെഡിസിനാണെന്ന് ഉദ്ദേശിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് യൂഷ്വലി നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഒരു DNC ചെയ്ത് ആ ടിഷ്യൂവിനെ മാറ്റിയിട്ട് നമുക്ക് ഒന്നിന്ന് പ്രോഗ്രാം ടാബ്ലറ്റ് കഴിച്ച് തിക്നെസ് ആക്കി ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ഹൈറു നവാസ്. സർ, ഞങ്ങൾ സൗദിയിലാണ് താമസം. വിവാഹം കഴിഞ്ഞിട്ട് 18 വർഷമായി. 4 IVF ചെയ്തു. രണ്ടാമത്തെ IVF പോസിറ്റീവായി. വളർച്ച ഇല്ലാതെ അബോർഷനായി. പിന്നെ 2 കൂടി ചെയ്തു, ബട്ട് അത് നെഗറ്റീവ് ആയിരുന്നു. പിന്നീട് ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ സൗദിയിലേക്ക് ഇങ്ങ് പോരുന്നു. ഇപ്പോൾ ഇവിടെ വന്നിട്ട് 4 years ആയി. 1 വർഷം മുന്നേ ഒരു ട്രീറ്റ്മെന്റും ഇല്ലാതെ പ്രഗ്നന്റ് ആയി. HCG ഹോർമോൺ 25,000 വരെ വന്നതാ, ബട്ട് കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് വന്നില്ല. അതും അബോർഷനായി പോയി. എന്താകും കാരണം? എനിക്ക് തൈറോയിഡ് 9 ഉണ്ട്. 75 mg ഗുളിക കഴിച്ചിട്ടും പ്രൊലാക്റ്റിൻ 35 ഉണ്ട്. കാറ്റ്ഗോളിൻ ഇടയ്ക്ക് എടുക്കും. ആദ്യം ഒന്നും സ്കാനിങ്ങിലോ ലാപ്രോസ്കോപ്പി ചെയ്തു, അതിലൊന്നും വലിയ പ്രോബ്ലം ഇല്ലായിരുന്നു. പീരീഡ് എല്ലാം കറക്റ്റ് ആണ്. ഇപ്പോൾ ലെഫ്റ്റ് ഓവറിൽ ഒരു സിസ്റ്റ് ഉണ്ട്, 4 cm. ഹസ്ബൻഡിന് സ്പെർം വോളിയം കുറവുണ്ട്. ഇനി ഒരു IVF ചെയ്ത റിസൾട്ട് പോസിറ്റീവ് കിട്ടുമോ? കുഞ്ഞിന് വളർച്ച ഇല്ലാതാകാൻ എന്താകും കാരണം? നോർമൽ പ്രഗ്നൻസിക്കും ഹാർട്ട് ബീറ്റ് വരാഞ്ഞത് എന്തുകൊണ്ടാകും? യൂട്രസിലെ എന്തെങ്കിലും പ്രോബ്ലം കൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നത്? ഏജ് 37 ആണ്. കുറച്ച് ലോങ് ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ ഓർക്കുന്ന വെച്ച് നോക്കുമ്പോൾ ഇനി ആദ്യം ലാപ്രോസ്കോപ്പി ചെയ്തു, അതിൽ നോർമലാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ ഹസ്ബൻഡിന്റെ കൗണ്ടും കുറച്ച് കുറവുണ്ട്. ഇനിയിപ്പോൾ ഈ 37 ആയ സ്ഥിതിക്ക് നമുക്ക് ഇനി വേറെ ട്രീറ്റ്മെന്റിലൊന്നും പോകുന്ന അഡ്വൈസബിളല്ല.
IVF ഫിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നല്ലപോലെ IVF നല്ല പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് ശരിയാവണം. പിന്നെ ഈ അബോർഷനെ പോയതിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ കേസിൽ PGS, അതായത് നമ്മൾ എംബ്രിയോ എടുത്ത് അതിലൊരു സെല്ലെടുത്ത് നമ്മൾ ബയോപ്സി ചെയ്ത് ആ സെല്ലിൻ്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിയിട്ട് നല്ലതാണെങ്കിൽ മാത്രമേ യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതിനാണ് PGS എന്ന് പറയുന്നത്. വേറെ അതും ചെയ്യാം. കാര്യം അബോർഷൻസും കൂടുതലാണ് ഈ പറഞ്ഞ. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ CDGM എന്നൊരു അക്കൗണ്ടിൽ നിന്നാണ്. സർ, എനിക്ക് 36 വയസ്സ്, ഹസ്ബൻഡിന് 42 വയസ്സ്. പല ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും ഫെയിലായി. സെബൈൻ ഹോസ്പിറ്റലിൽ വന്ന് ട്രീറ്റ്മെന്റ് എടുത്തു. 6 മാസമായപ്പോൾ 4ാമത്തെ IUI സക്സസ് ആയി. ട്വിൻസ് ആയിരുന്നു. സ്റ്റിച്ച് ഇട്ടു. ബട്ട് 6 മന്ത് ആയപ്പോൾ ചില ബുദ്ധിമുട്ടുണ്ടായി. സ്റ്റിച്ച് ഊരിപ്പോരുകയും പ്രിമച്വർ ഡെലിവറി ആകുകയും കുട്ടികൾ നഷ്ടമാവുകയും ചെയ്തു. ഫെബ്രുവരി 16 1 വർഷമാകും. സെബൈൻ ഡോക്ടറിന്റെ അടുത്ത് വീണ്ടും വരാൻ ആഗ്രഹിക്കുന്നു. ഇനി IUI ട്രീറ്റ്മെന്റ് വിജയിക്കുമോ? ഈ പ്രശ്നം ഇനിയും ഉണ്ടാകുമോ? IUI ട്രീറ്റ്മെന്റ് വിജയിക്കണം. ഒരിക്കൽ ചെയ്ത് ശരിയായതുകൊണ്ട് ഇനിയും വിജയിക്കാനാണ് സാധ്യത. പിന്നെ നമുക്ക് ഈ പറഞ്ഞ നമ്മൾ നേരെ പല ക്വസ്റ്റ്യൻസ് പറഞ്ഞ പോലെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ലാപ്രോസ്കോപ്പിക് അബ്ഡോമിനൻസ് ഒക്കെ, ലാപ്രോസ്കോപ്പി വഴി നമുക്ക് മുകളിൽ സ്റ്റിച്ചിടാം കുറച്ചുകൂടെ ചാൻസ് കൂടുതലാണ് നമുക്ക് സക്സസ് ആവാനായിട്ട്. അതൊന്ന് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇപ്പോൾ ട്വിൻസ് ആയതാണ് പക്ഷേ ഒരു ഇഷ്യൂ. ഇപ്പോഴും നമുക്ക് വേണമെങ്കിൽ IVF വേണമെങ്കിൽ ചെയ്യാം. IVF വേണമെങ്കിൽ സിംഗിൾ എംബ്രിയോ ട്രാൻസ്ഫർ, അത് ഒരു എംബ്രിയോ മാത്രം ട്രാൻസ്ഫർ ചെയ്യാം. ഒരു എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്താൽ ഒരു പ്രഗ്നൻസി ആവാനുള്ള സാധ്യതയുള്ളൂ. അങ്ങനെയൊക്കെ നമുക്ക് കുറച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കാം. ഇത് ഒരു ഡെസ്പറേറ്റ് കേസ് അല്ല, ഇത് സക്സസ് ആവാൻ നല്ല ചാൻസ് ഉള്ള കേസാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദേവി സാബു. ഹായ് സർ, എനിക്ക് 36 വയസ്സുണ്ട്. 11 വർഷം മുൻപ് ICSIയിലൂടെ ഒരു മകളുണ്ട്. എനിക്ക് എഗ് ക്വാളിറ്റി കുറവാണെന്ന് പറഞ്ഞു വന്ന്. ഇപ്പോൾ ടെസ്റ്റ് റിസൾട്ട് AMH 3.14, പ്രൊലാക്റ്റിൻ 8.17, ടെസ്റ്റോസ്റ്റെറോൺ 0.180 ആണ്. ഇനി ICSI ചെയ്താൽ വിജയിക്കുമോ? ഈ ടെസ്റ്റുകൾ കണ്ടിട്ട് ICSI ചെയ്താൽ വിജയിക്കാനുള്ള സാധ്യതയെല്ലാം ഉണ്ട്. വേറെ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഈ AMH യൂണിറ്റ് കണ്ടില്ല, അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ഷാരോൺ ജോർജ്. സർ, മാരേജ് കഴിഞ്ഞിട്ട് 7 years ആയി. PCODക്ക് 3 years ബിഫോർ ലാപ്രോസ്കോപ്പി ചെയ്തു. നെക്സ്റ്റ് മന്ത് പ്രഗ്നന്റ് ആയി. ബട്ട് ബ്ലീഡിംഗ് ആയിപ്പോയി. സെക്കൻഡ് മന്ത് സാക് ഫോം ചെയ്തിരുന്നു. ഹാർട്ട് ബീറ്റ് ഉണ്ടായില്ല. ആഫ്റ്റർ ദാറ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ APTT വാല്യൂ ഹൈ ആയിരുന്നു. നെക്സ്റ്റ് ഇയർ IUI ചെയ്തു. പ്രഗ്നന്റ് ആയി. ബട്ട് 6th week അബോർഷൻ ആയി. APTT വാല്യൂ അപ്പോൾ നോർമൽ ആയിരുന്നു. ആഫ്റ്റർ 2 months IVF FET ചെയ്തു. 3 എംബ്രിയോസ് വെച്ചു. എല്ലാം 4 cell grade 3 ആയിരുന്നു ക്വാളിറ്റി. Day 3 ട്രാൻസ്ഫർ ആയിരുന്നു. റിസൾട്ട് നെഗറ്റീവ് ആയിരുന്നു. ആഫ്റ്റർ ദാറ്റ് 1 year ഹസ്ബൻഡ് മലേഷ്യയിലും ഞാൻ നാട്ടിലുമാണ്. എനിക്കിപ്പോൾ ഏജ് 32 ആണ്. ലാസ്റ്റ് ഇയർ IVFന് മുൻപ് AMH നോക്കിയപ്പോൾ 3.6 ആയിരുന്നു. എന്ത് ട്രീറ്റ്മെന്റ് ചെയ്താലാണ് ഞങ്ങൾക്ക് സക്സസ് ആകാൻ ചാൻസ് ഉള്ളത് ഡോക്ടർ? ഇതിൽ നമുക്ക് ഓൾറെഡി ലാപ്രോസ്കോപ്പി പണ്ട് ചെയ്തെന്ന് പറഞ്ഞു. നമുക്ക് വേണമെങ്കിൽ അന്ന് അത് കഴിഞ്ഞ പ്രഗ്നൻസി ആയി. അപ്പോൾ ഇനി വേണമെങ്കിൽ ഒന്നുകൂടെ ലാപ്രോസ്കോപ്പി ചെയ്യുന്നതിലൊരു നല്ലൊരു ട്രീറ്റ്മെൻ്റ് ആണ്. എന്നിട്ട് പ്രഗ്നൻസി ആയി കഴിയുമ്പോൾ നമുക്ക് ഈ APTT അബ്നോർമാലിറ്റി കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഹെപ്പാരിൻ എടുക്കാം. പിന്നെ കുറച്ച് സ്റ്റിറോയിഡ് വൈസ്ലോൺ കൊടുക്കാൻ വേണമെങ്കിൽ കൊടുത്ത് ചിലപ്പോൾ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. അത് അപ്പോൾ ലാപ്രോസ്കോപ്പി ചെയ്ത് ട്രൈ ചെയ്യാം. മിക്കവാറും ആയിരിക്കും. ആയില്ലെങ്കിൽ പിന്നെ അടുത്തത് നമുക്ക് IVF ചെയ്യേണ്ടി വരും. IVF ചെയ്താൽ സക്സസ് ആവാൻ നല്ല പോസിബിലിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം മിനി ജോർജ്. സർ, എനിക്ക് 42 വയസ്സായി. 2 കുട്ടികളുണ്ട്. 15 വയസ്സും 12 വയസ്സും. ഓപ്പറേഷൻ ആയിരുന്നു 6 വർഷം മുൻപ്. പ്രസവം നിർത്താൻ ലാപ്രോസ്കോപ്പി ചെയ്തിരുന്നു. ഇപ്പോൾ സെക്കൻഡ് മാരേജ് കഴിഞ്ഞു 2019. ഹസ്ബൻഡിന് കുട്ടികളില്ല. 50 വയസ്സുണ്ട്. സെമൻ അനാലിസിസ് ചെയ്തു. സെമൻ കോൺസെൻട്രേഷൻ 5 million, പ്രോഗ്രസീവ് 15% വെരിസിലോക്ടോമി സർജറി 10 years മുൻപ് ചെയ്തിട്ടുണ്ട്. IVF ചെയ്യാൻ ഡോക്ടർ പറഞ്ഞു. IVF ചെയ്യാൻ ഈ കൗണ്ട് എന്റെ പ്രായം പ്രോബ്ലം ആണോ? ഇല്ല, ഹസ്ബൻഡിന് പ്രായം. അതെ, ഹസ്ബൻഡിന് IVF ചെയ്ത് ട്രൈ ചെയ്യാവുന്നതാണ്. ഒരു റീസണബിളി നല്ല സക്സസ് കിട്ടണം. ഹസ്ബൻഡിന് ഒരു 10 years മുൻപ് ഒരു സർജറി ചെയ്തിട്ടുണ്ടല്ലോ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം റാണി. എനിക്ക് ഏജ് 38, ഹസ്ബൻഡിന് 49. മാരേജ് കഴിഞ്ഞ് 12 ഇയേഴ്സ് ആയി. 2014 സെബാൻ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് എടുത്തു. IUI ചെയ്തു, പ്രഗ്നന്റ് ആയി. 2 months ആയപ്പോൾ അബോർഷൻ ആയി. പിന്നെ 2 തവണ IUI ചെയ്തു, റിസൾട്ട് കിട്ടിയില്ല. അതിനുശേഷം 2015 IVF ചെയ്തു, റിസൾട്ട് പോസിറ്റീവായി. 3 weeks ആയപ്പോൾ ബ്ലീഡിംഗ് ആയിപ്പോയി. പിന്നെ 1 തവണ കൂടെ IVF ചെയ്തു, റിസൾട്ട് കിട്ടിയില്ല. ഹസ്ബൻഡിന് സെബാൻ ഹോസ്പിറ്റലിൽ തന്നെ വെരിക്കോസ് വെയിൻ സർജറിയും ചെയ്തു. 2017 സെപ്റ്റംബർ വരെ ട്രീറ്റ്മെന്റ് എടുത്തു. 2016-17 ഈ വർഷങ്ങളുടെ ട്രീറ്റ്മെന്റ് ഇടയിൽ കുറച്ച് ബ്രേക്ക് വന്നു. എനിക്ക് PCOD ഉണ്ട്. പീരീഡ്സ് കറക്റ്റ് അല്ല. മെഡിസിൻ എടുത്താൽ മാത്രം പീരീഡ്സ് ആവും. 6 months പീരീഡ്സ് ആയിട്ടില്ല. ഞാൻ മെഡിസിൻ എടുക്കുന്നില്ല. എനിക്ക് 168 cm ഹൈറ്റ് ഉണ്ട്. വെയിറ്റ് 90 ഉണ്ട്. എനിക്ക് പ്രഗ്നന്റ് ആവാൻ സാധ്യതയുണ്ടോ? ഏജും വെയിറ്റും അതിന് തടസ്സമാണോ? IVF ഏജ് ലിമിറ്റ് എത്രയാണ്? ഈ 38 അല്ലേ? കുറച്ച് ഏജ് കുറച്ച് ഹൈയാണ്, അതുപോലെ തന്നെ വെയിറ്റും ഉണ്ട്. നമുക്ക് എന്തായാലും അതൊക്കെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. വെയിറ്റ് കുറയ്ക്കാൻ പറയാം. ആക്ച്വലി ഈ IVF-ല് വെയിറ്റ് ഒരു ഘടകം തന്നെയാണ്. പക്ഷെ എന്നാലും നമുക്ക് അത് ട്രീറ്റ് ചെയ്ത് ശരിയാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ IVF ട്രൈ ചെയ്യാം, കുഴപ്പമില്ല. വെയിറ്റ് മാക്സിമം ഒന്ന് കുറയ്ക്കാൻ നോക്കും. പിന്നെ AMH നോക്കി നന്നായിരിക്കും. AMH നോക്കുമ്പോൾ അറിയാൻ പറ്റും നമുക്ക് ഇനി അടുത്ത പ്രഗ്നൻസി എത്ര പോലും സാധ്യതയുണ്ട്. പിന്നെ എത്ര ഏജ് വരെ ചെയ്യാമെന്ന് ചോദിക്കും. അതിന് അങ്ങനെ ഇല്ല. നമ്മൾ സ്വന്തം എഗ് വെച്ച് നമുക്ക് 43-45 years വരെ ചെയ്യാം. അതിനുശേഷം ശരിയായെങ്കിൽ ഡോണർ എഗ് യൂസ് ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ആരിഫ് മുഹമ്മദ്. സാർ, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമാകുന്നു. ഭർത്താവിന് കൗണ്ട് പ്രോബ്ലം ഉണ്ട്. 1 തവണ ഹോസ്പിറ്റലിൽ വന്നു. മഹാലക്ഷ്മി മാഡത്തിനെ കണ്ടായിരുന്നു. പ്രഗ്നന്റ് ആയിരുന്നു. ഹാർട്ട് ബീറ്റ് ഇല്ലാത്ത കാരണം റിമൂവ് ചെയ്തിട്ട് 7 മാസം കഴിഞ്ഞു. പിന്നെ ഇതുവരെ ആയിട്ടില്ല. ഇപ്പോൾ മെൻസസ് ആകുന്ന സമയത്ത് നല്ല നടുവേദനയാണ്. ഇപ്പോൾ ഖത്തറിലാണ്. നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് സാർ ഒന്ന് പറഞ്ഞു തരാമോ? ആദ്യം ഇപ്പോൾ പ്രഗ്നൻസി ആയ സ്ഥിതിക്ക് നമുക്ക് ആദ്യം 2 മാസം മെഡിസിൻ മാത്രം കഴിച്ച് നോക്കാം. ഓവുലേഷൻ ഉണ്ടാവാനുള്ള മെഡിസിൻ സൈഫീൻ എന്നുകൊണ്ട് ഗുളികയൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കഴിച്ച് നോക്കാം. വേണമെങ്കിൽ 1-2 വർഷം ഇഞ്ചക്ഷൻ എടുത്ത് നോക്കാം. അതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതിലും ശരിയായെങ്കിൽ അടുത്ത ട്രീറ്റ്മെൻറ്റ് ലാപ്രോസ്കോപ്പി ആയിരിക്കും നല്ലത്. ഹസ്ബൻഡിൻ്റെ കൗണ്ട് നോക്കുക. കൗണ്ട് നോർമലായിരിക്കും വിചാരിക്കുന്നു. ലാപ്രോസ്കോപ്പി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം സുമയ്യ ഫാസിൽ. സർ, സെബൻ സാറിന്റെ പേഷ്യന്റ് ആണ്. കഴിഞ്ഞ ഡിസംബർ 14 ലാപ്രോസ്കോപ്പി ചെയ്തിരുന്നു. ആ മാസം കറക്റ്റ് ഡേറ്റിന് തന്നെ മെൻസസ് ആയി. ഡെസ്ഡോൺ ടാബ്ലറ്റ് തന്നിരുന്നു. മെൻസസ് ആയതിനു ശേഷം 2ാമത്തെ ഡേ ഓവുലേഷൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇഞ്ചെക്ഷൻ വെച്ചു. 2ാമത്തെ ദിവസം മുതൽ 5 days ടാബ്ലറ്റ് കഴിച്ചു. ഇപ്പോൾ ഡേറ്റ് 28-ന് ആണ്. മെൻസസ് ആയില്ല. ചെക്ക് ചെയ്തു, നെഗറ്റീവ്. ഇപ്പോഴും മെൻസസ് ആയിട്ടില്ല. എന്താണ് ചെയ്യേണ്ടത്? വെയിറ്റ് ചെയ്ത് നോക്കണോ? അതല്ലെങ്കിൽ വീണ്ടും മെൻസസ് ആകാൻ ടാബ്ലറ്റ് കഴിക്കേണ്ടി വരുമോ? പ്രഗ്നന്റ് അല്ലെങ്കിൽ തനിയെ മെൻസസ് ആകുമോ? എനിക്ക് ടാബ്ലറ്റ് കഴിക്കാൻ ആദ്യം മെൻസസ് വരാതെ. ഇതിൽ 10 days വെയിറ്റ് ചെയ്യുള്ളൂ. കാര്യം ചിലർക്ക് ഡിലേഡ് ഓവുലേഷൻ വന്നാൽ ചിലർക്ക് ഡിലേ ആയിട്ട് പ്രഗ്നൻസി ഉണ്ടാകാം. അത് നോക്കുക. 10 days നോക്കിയിട്ട് ഒന്നുകൂടെ യൂറിൻ നോക്കുക. പ്രഗ്നൻസി ടെസ്റ്റ് നോക്കിയിട്ട് നെഗറ്റീവ് ആണെങ്കിൽ പീരിയഡ്സ് വരാനുള്ള വിഡ്രോൾ ബ്ലീഡിങ്ങിനുള്ള പ്രൊജസ്ട്രോൺ ടാബ്ലറ്റ് കഴിക്കണം. രാവിലെയും വൈകിട്ടും 5 days കഴിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്താൽ പീരിയഡ്സ് ആയിക്കോളും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം റസീന ഷമീർ. ഞാനൊരു വർഷമായി സെബൻ സാറിന്റെ അടുത്ത് ട്രീറ്റ്മെന്റ് നടത്തുന്നു. 2 IUI ചെയ്തു, ലാപ്രോസ്കോപ്പി ചെയ്തു, പിന്നെയും 2 IUI ചെയ്തു. അതിൽ ലാസ്റ്റ് ചെയ്തത് പോസിറ്റീവായി. പക്ഷേ ഡോക്ടർ കണ്ടപ്പോൾ കെമിക്കൽ പ്രഗ്നൻസി ആണെന്ന് പറഞ്ഞു. അത് ബ്ലീഡിംഗ് ആയി പോയി. അങ്ങനെ വരാൻ കാരണം എന്താണ്? എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷമായി. ഇനി 2 മാസം കഴിഞ്ഞാണ് അടുത്ത IUI. ഇനി പോസിറ്റീവ് ആകുമോ? കെമിക്കൽ പ്രഗ്നൻസി ആവാൻ കാരണം ചിലപ്പോൾ ഒരു ഇന്ത്യ പോളിസ്പെർമിൻ്റെ ഒക്കെ എംബ്രിയോയുടെ ക്വാളിറ്റി മോശമല്ലായിരിക്കും. അതുകൊണ്ടാണ് ബേസിക്കലി. അത് കഴിഞ്ഞ് നമുക്ക് ഇനി ട്രൈ ചെയ്യാം. പക്ഷേ 8 വർഷമായ സ്ഥിതിക്ക് ഇനി അടുത്ത ഏതെങ്കിലും മേജർ ട്രീറ്റ്മെന്റ് കൂടെ പരാമർശിച്ച് പോകണം. ലാപ്രോസ്കോപ്പി ചെയ്തിട്ടുണ്ടോ? ചെയ്തു. 1-2 വർഷം IVF നോക്കിയിട്ട് ശരിയായില്ലെങ്കിൽ IVF ടെസ്റ്റിന് പോകണം. കാര്യം നമ്മുടെ ഏജ് കൂടിയാൽ പിന്നെ അത് IVF പോയാലും റിസൾട്ട്സ് അത്ര നല്ലതായിരിക്കത്തില്ല. Okay, next question from ചിന്നു. സാർ, എൻ്റെ ഏജ് 24 ആണ്. 5 years ആയി മാരേജ് കഴിഞ്ഞിട്ട്. 2019 പ്രഗ്നന്റ് ആയി. സാറിന്റെ ട്രീറ്റ്മെന്റിൽ ട്വിൻസ് ആയിരുന്നു. ബട്ട് 21 വീക്കിൽ പെയിൻ വന്ന് ഡെലിവറി ആയിപ്പോയി. PCOD ആണ് 2 ഓവറിയിലും. ലാപ്രോസ്കോപ്പി ചെയ്തതിനു ശേഷം ഫോളിക്കിൾ ആകാനുള്ള ഇഞ്ചക്ഷൻ ഒക്കെ തന്നിട്ടാണ് പ്രഗ്നന്റ് ആയത്.
നോർമലി ആയതാ, എൻഡോമെട്രിയോസിസ് തിക്നെസ് കുറവാണ്. നെക്സ്റ്റ് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നുണ്ട്, ആകുന്നില്ല. പീരീഡ്സ് കറക്റ്റ് അല്ല. IVF ചെയ്യാതെ എനിക്ക് പ്രഗ്നന്റ് ആകുവാൻ സാധിക്കുമോ ഡോക്ടർ? കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ലാസ്റ്റ് ഡോക്ടറിന്റെ അടുത്ത് വന്നത്. പിന്നെ ഞങ്ങൾക്ക് വരാൻ പറ്റിയിട്ടില്ല എന്നാണ്. നമുക്ക് IVF ഇല്ലാതെ തന്നെ 1-2 മാസം നോക്കാൻ വേണമെങ്കിൽ ഇഞ്ചക്ഷൻസ് ഒക്കെ എടുത്ത് പിന്നെ തന്നെ എൻഡോമെട്രിയം തിക്കാവാനുള്ള മെഡിസിൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് ട്രൈ ചെയ്ത് നോക്കാം. 1-2 വർഷം IVF നോക്കിയിട്ട് ശരിയായെങ്കിൽ IVF പോകണം, അധികം ലേറ്റ് ആവാതെ തന്നെ. ശരിയാവുമെന്ന് വിചാരിക്കാം. ഇത് വലിയ പ്രോബ്ലം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല വേണ്ടിയിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം പൊന്നു. സർ, എനിക്ക് ആദ്യത്തെ കുട്ടി വേഗം ഉണ്ടായി. കുട്ടിക്ക് 2 വയസ്സായപ്പോൾ ഭർത്താവ് ഗൾഫിൽ പോയി. 2.5 കൊല്ലം നിന്നിട്ട് ഇപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട്. അന്ന് മുതൽ തന്നെ ഞാൻ നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ 7 മാസമായി, പക്ഷെ ഞാൻ പ്രഗ്നന്റ് ആയിട്ടില്ല. എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ? ഡോക്ടറിനെ കാണിക്കണോ? കാണിക്കണം. ഒന്ന് കാണിച്ചിട്ട് ബേസിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യണം. ഹസ്ബൻഡിന്റെ സെമിനാലിസിസ് നോക്കണം, നമ്മളൊരു അൾട്രാസൗണ്ട് നോക്കണം. ബേസിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ AMH, പ്രൊലാക്റ്റിൻ, തൈറോയിഡ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് 2-3 മാസം ഓവുലേഷൻ ഉണ്ടാവാനും മരുന്ന് കഴിക്കും. അന്ന് കഴിച്ച് നമുക്ക് അടുത്ത സ്റ്റെപ്പ് പിന്നെ IUI ചെയ്യാം. ആദ്യം മെഡിസിൻ കഴിച്ച് നോക്കിയാൽ മതിയാവും. ഒരു 2-3 months മെഡിസിൻ കഴിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം രാധിക പ്രതീഷ്. സർ, ഞാൻ അവിടെ ട്രീറ്റ്മെന്റിലാണ്. ഈ മന്തിൽ ലാപ്രോസ്കോപ്പി കഴിഞ്ഞു. അതിൽ യൂട്രസ് ആൻഡ് ട്യൂബ്സ് ഓക്കെയാണ്. ലാപ്രോ കഴിഞ്ഞിട്ട് ശരിക്കും എപ്പോഴാണ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്? എനിക്ക് 2 month ടാബ്ലറ്റ്സ് തന്നിട്ട് നോർമലി ട്രൈ ചെയ്യാനാണ് ഡോക്ടർ പറഞ്ഞത്. അതൊന്ന് ക്ലിയർ ചെയ്യണമെന്നുണ്ട്. അത് അടുത്ത പീരിയഡ്സ് ആവുമ്പോൾ അപ്പോൾ കഴിഞ്ഞാൽ നമുക്ക് റീസെൻ്റ്ലി 1 week കഴിയുമ്പോൾ തന്നെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത സൈക്കിളിൽ നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. അതിന് ഡിലേ ഒന്നുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ബിസി. സാറിന്റെ AMH 0.02, പ്രൊലാക്റ്റിൻ 0.6, ഏജ് 34. ട്രീറ്റ്മെന്റ് ചെയ്താൽ സക്സസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? IVF ICSI വിജയ സാധ്യത ഉണ്ടാകുമോ? ഹസ്ബൻഡിന് കുഴപ്പമില്ല. ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു, ലാപ്രോ ചെയ്തിട്ടുണ്ട്. ഇതാണ് ക്വസ്റ്റ്യൻ. AMH കുറച്ച് കുറവാണ്, പക്ഷേ ഏജ് 34 ആയതുകൊണ്ട് നമുക്ക് ഉണ്ടാവുമെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ 100% ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ AMH കുറവുള്ളവർക്ക് ചിലർക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് റിവേർഷൻ വന്ന് കൺസീവ് ചെയ്യുന്ന കേസസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതിനു വേണ്ടി കാത്തിരിക്കുന്നത് ബുദ്ധിയല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കേസ് നമുക്ക് ശരിക്കും അഡ്വൈസ് ചെയ്യുന്നത് എഗ് ഡൊണേഷൻ തന്നെയാണ്. വേറെ ആളുടെ എഗ് എടുത്ത് IVF വിത്ത് എഗ് ഡൊണേഷൻ, വേറെ ആളുടെ എഗ് എടുത്തിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ പറഞ്ഞില്ല, ഓവർമുകളിൽ നമുക്ക് 100% ആവില്ല എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ആയേക്കും, പക്ഷെ അതിന് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ട. അപ്പോൾ ഇതാ നമ്മൾ സാറിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഒരു 7:45 കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഇരുട്ടാണ്. നമ്മൾ ഹോസ്പിറ്റലിൻ്റെ ബാക്കിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ വളരെ സന്തോഷമുണ്ട് ഇന്നത്തെ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ. നമ്മളെ കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ നമ്മളെടുത്ത് വന്നിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മളെ ഇതിൽ ഫുള്ള് ക്വസ്റ്റ്യൻസ് കവറാവാത്തവരുടെ വീഡിയോ നാളെ വരുന്നുണ്ട്. സെക്കൻഡ് പാർട്ടിൽ എല്ലാവരുടെ ക്വസ്റ്റ്യൻസും കവറായിരിക്കും. അതെ, അടുത്ത പാർട്ടിൽ ഇന്ന് വരാത്തൊരു നാളെ എന്തായാലും വരും. അതെ, കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നമ്മുടെ അടുത്ത് വന്നു സംസാരിച്ചു. എനിക്ക് മിസ് കാണാൻ പറ്റില്ല. ഞാൻ അകത്ത ഇന്റർവ്യൂലായിരുന്നു. അപ്പൊ പുറത്തേട്ടനെ വന്ന് കണ്ടുപോയി എന്നൊക്കെ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ രണ്ടുപേരും കുറച്ച് ആൾക്കാർ കണ്ടു. എന്തായാലും ഒരുപാട് സന്തോഷം. നമ്മളെ കണ്ടു, നമ്മളെ അടുത്ത് വന്നു, സംസാരിച്ചു. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. ഇത്രയേ ഉള്ളൂ നമ്മുടെ. അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ടിങ് അടിക്കുക. അതിലോളം ഓപ്ഷൻ കൊടുക്കുക. നമ്മുടെ നല്ല വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. പാർട്ട് 2 നാളെ എന്തായാലും വരുന്നതായിരിക്കും. ബൈ.